ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്കായി വിളിച്ചിരിക്കുന്നു. കെ.സി. അല്പം മുമ്പാണ് കെ.സിയുടെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം എന്ന് തന്നെ വേണം കരുതാൻ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി മോഹികളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മത്സര രംഗത്തുള്ള ഏറ്റവും പ്രധാനി തന്നെയാണ് കെ.സി. ഹൈക്കമാൻഡിന്റെ മനസ്സിലും കെ.സി. ഉണ്ടായിരുന്നു ആദ്യ ഘട്ടം മുതൽ തന്നെ. പക്ഷേ വി.എം. സുധീരന്റെയും എ.കെ. ആന്റണിയുടെയും ലീഗിന്റെയും മറ്റും ഇടപെടൽ ഹൈക്കമാൻഡിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചിരിക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുന്നത്. നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണിത്, സംശയമില്ല. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം കെ.സിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ളത് എന്ന് കെ.സിയെ ധരിപ്പിക്കുക എന്നടക്കമുള്ള ലക്ഷ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു എന്ന സുപ്രധാനമായ സൂചനകൾ തന്നെ ഇപ്പോൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി കാണാനായി വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. കെ.സി. രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകണം. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആകുന്ന കാര്യത്തിൽ എന്തായാലും തീരുമാനമുണ്ടാകുമെന്ന് വേണം കരുതാൻ. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാകും AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തുടർന്ന് 1 മണിക്ക് ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ KPCC നിയമസഭാ കക്ഷി യോഗം ഇന്ദിരാഭവനിൽ നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാകും കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുത്ത പേര് നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിക്കുക. BV അരുണ്, ഡാൻ കുര്യന്, നവമി അനുമോദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം BV അരുണിലേക്ക് ആരുള്ളത് കണ്ടോൺമെന്റ് ഹൗസിലാണ്. അവിടെ ഏതാനും മണിക്കൂറുകൾക്കകം VD സതീശൻ അങ്ങോട്ടേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതോ KPCC ഓഫീസിലേക്കാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അരുണ്, നമ്മൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് ഇത് തന്നെയാണ്. കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുകയാണ് കാണാൻ. എന്തിനായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊക്കെ ആകാംക്ഷയുണ്ട്. അതെന്താണെന്നുള്ളത് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ മാത്രമാണുള്ളത്. പക്ഷെ നമുക്ക് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? എത്ര മണിയോടുകൂടി പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ഫലം കാത്തിരിക്കുന്ന കേരളത്തിലെ വോട്ടർമാരിലേക്ക്, ജനങ്ങളിലേക്ക് നമുക്ക് മുഖ്യമന്ത്രിയുടെ പേരെത്തിക്കാനാകും? 1 മണിയോടുകൂടിയാകും ആ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാവിലെ 9:30 ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചത്. പക്ഷേ അവർ എത്തുന്ന വൈകും. 10:30 മാത്രമേ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 11 മണിക്ക് മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ അജയ് മാക്കാനും 2 നിരീക്ഷകർ KPCC കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ കാര്യത്തിൽ നിയമസഭാ കക്ഷിയുടെ മനസ്സറിയാൻ, നിലപാടറിയാൻ AICC ചുമതലപ്പെടുത്തിയ 2 നിരീക്ഷകർ അവരും 11 മണിയോടുകൂടി എത്തിച്ചേരും. പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് 11 മണിക്ക് തന്നെ കന്റോൺമെന്റ് ഹൌസ് തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ കാത്താണ് കന്റോൺമെന്റ് ഹൌസ് ഉള്ളത്. ഏറ്റവും നിർണായകമായ തീരുമാനം വരാനിരിക്കുന്ന ദിവസം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ ദിവസമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അത് ഹൈക്കമാൻഡിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ പച്ചക്കൊടിയാണെങ്കിലും അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ആയാലും ഏത് വന്നാലും VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ദിവസമാണ്. ഇതിന്റെ ഓഫീസിൽ ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ കണ്ടതാണ് വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തിന്റെ ആലുവയിലെ വസതിയിൽ. നേരത്തെ VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രി ആയേക്കുമെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ, നേതാക്കളുടെ എണ്ണം ഇവിടെയും ഉണ്ടായിരുന്നു. ഈ കന്റോൺമെന്റ് ഹൌസിലും ഉണ്ടായിരുന്നു. ഇനി അറിയേണ്ടത് ഹൈക്കമാൻഡിന്റെ തീരുമാനം ആരെയാണ് മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. തീരുമാനങ്ങൾ ആയിക്കഴിഞ്ഞു. കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച ഈ അവസാനവട്ട ചർച്ചകളുടെ ഒരുപക്ഷെ VD സതീശൻ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ കെ.സി. വേണുഗോപാലിന്റെ പിണക്കം മാറ്റണം, കെ.സി. വേണുഗോപാലിനെ അനുനയിപ്പിക്കണം. ഒരു തരത്തിലും കെ.സി. വേണുഗോപാലിന്റെ ഒരു അനിഷ്ടം ഈ തീർച്ചയായും അത് പ്രധാനമാണ്. ആരുടെ ഒന്ന് തുടരുക. ഇപ്പോൾ കിരൺ ബാബു